ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇപ്പോൾ നമ്മൾ ഫാൾസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇവിടെ അടുത്തൊരു ഭയങ്കരമായൊരു കേവ് ഉണ്ടെന്ന് പറഞ്ഞു, ഗുഹ. അത് കാണാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ ആ ഗുഹ കാണാൻ പോണ സ്ഥലമാണിത്, അവിടുത്തെ പാർക്കിങ്ങാണിത്. അപ്പോൾ ഇനി ഞങ്ങൾ പോയിട്ട് ഇതാണ് മൗസുമായി കേവ് എന്നാണ് കേട്ടോ ഈ ഗുഹയുടെ പേര്. അതിൻ്റെ ഒരു പഴയ ഒരു ഫോട്ടോ ആണ് എൻട്രൻസിൽ അവിടെ പുറത്ത് വെച്ചേക്കണേ. ഇതാണ് കണ്ട മൗസുമായി കേവ്, വെൽക്കം ടു മൗസുമായി കേവ് എന്ന് പറഞ്ഞിട്ട് ഇത് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് ഇതാ ഗുഹേനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിലൊക്കെയാണ് ഈ ബോർഡിൽ എഴുതിയേക്കണം കേട്ടോ. അതിൻ്റെ റൂട്ട് മാപ്പ് അതൊക്കെയാണ് കൊടുത്തേക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് ചെറിയൊരു വിവരം കിട്ടും. ആ ഡയഗ്രാം കൊടുത്താലുണ്ട് റൂട്ട് മാപ്പ്. ഇതാണ് ഈ വഴി കൂടിയാണ് പോകേണ്ടത്. പക്ഷേ അതിന് ടിക്കറ്റ് ചാർജ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം നമ്മൾ. അപ്പോൾ അഡൾട്ടിന് 30 രൂപയും ചിൽഡ്രൻസിന് 10 രൂപയാണ് ഇവിടുത്തെ ചാർജ്. പിന്നെ ഇവിടെ UPI ഫോൺ പേ ഒന്നും പറ്റില്ല, നമ്മൾ ക്യാഷാണ് കൊടുത്ത് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്കിനി ആ ഗുഹ കാണാൻ പോകാനായിട്ട്. ഈ വഴി കൂടെ പോകണം ഗുഹ കാണണമെങ്കിൽ. ഇതിൽ കൂടെ കുറച്ച് നടന്ന് പോയാലാണ് ആ ഗുഹ ഉള്ളത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് ചെറുതായിട്ട് ഇത്തിരി പൊക്കത്തിലാണ് ആ സ്ഥലം. ഈ സ്റ്റെപ്പുകൾ കയറി നടന്ന് പോകണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗുഹേൻ്റെ ലക്ഷ്യമാക്കി. അപ്പോൾ നിങ്ങളും നമ്മുടെ കൂടെ ആ ഗുഹയിലേക്ക് നിങ്ങളും വരാട്ടോ. നിങ്ങൾ സ്വാഗതം ചെയ്യാണ്. മൗസുമായി കേവ്, ചിറാപുഞ്ചി. അപ്പോൾ അവിടെയാണ് ഈ സ്ഥലം. അപ്പോൾ അങ്ങനെ നടന്ന് ഗുഹയുടെ അടുത്ത് എത്താറായി, എൻട്രൻസിലോട്ട് എത്താറായിട്ടാണ്. ഇതാണ് ഗുഹയുടെ എൻട്രൻസ്. ഈ മലയുടെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ ഈ ഗുഹ. ഈ ഗുഹ മാൻമെയ്ഡൊന്നുമല്ല, നാച്ചുറലായിട്ടുള്ളതാണ് ഗുഹയാണിത്. അല്ലാണ്ട് ഇത് നമ്മൾ മനുഷ്യന്മാർ ഉണ്ടാക്കിയിട്ടുള്ളൊന്നുമല്ല. ഇതേ കൂടിയാണ് ഗുഹയിലേക്ക് പോകേണ്ടത് കേട്ടോ. അതിൻ്റെ മുകളിലാണ് ഇത്രയും വലിയ മലയും മരങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ പോകണുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ അധികം ആൾക്കാർ പോകണില്ല കേട്ടോ, ഒരുമിച്ച് കയറാൻ പറ്റില്ല എന്നുകൊണ്ട്. അപ്പോൾ നമ്മൾ 4 പേരുണ്ട്. ഞങ്ങളിപ്പോൾ പോവുകയാണ്, ടിക്കറ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് ബാക്കിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം പോകാനായിട്ട്. ഉള്ളിലൊന്നും കാണാനില്ല, ഭയങ്കര ഇരുട്ടായിട്ടാണ് കണ്ണേട്ടാ. കുറച്ച് ഇരുട്ടാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ഹോളുള്ളതെന്നുള്ള ലൈറ്റൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ ആ വെളിച്ചമൊക്കെ കാണാനുള്ളൂ. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഗുഹയുടെ എൻട്രൻസ്. ഉള്ളിലേക്ക് കടന്നതിന് ശേഷം കാണുന്ന കാഴ്ചയാണിത്. അത് നമ്മുടെ എൻട്രൻസിൻ്റെ വെളിച്ചമാണ് കണ്ടത് ഇപ്പോൾ. പിന്നെ ഇതേ മുകളിൽ നിന്ന് അവിടെ നിന്നൊക്കെ ചെറിയ ഹോൾസുകളൊക്കെ ഉണ്ട്. അതിൽ കൂടെ കാണുന്ന ലൈറ്റും പിന്നെ ചെറിയ ബൾബൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്തേക്കണമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതൊക്കെ കാണേണ്ട ഒരു അത്ഭുതമാണ് കേട്ടോ. ഭയങ്കരമായിട്ടുള്ളൊരു അത്ഭുതമാണെന്ന് പറയാം അതൊക്കെ. ഇതിൻ്റെ പുറത്ത് ഇതിൻ്റെ മുകളിൽ വലിയ മലയും മരങ്ങളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ പോണത് നമ്മൾ കേട്ടോ. കണ്ടില്ലേ? നമുക്ക് ചിലർക്കൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് ശ്വാസം മുട്ടൊക്കെ ഉണ്ടാവും. ഭയങ്കര ഒരു ഇടുങ്ങിയ വഴികളൊക്കെയാണ് കേട്ടോ. ഇരുന്നും കിടന്നും ഉരുണ്ടൊക്കെ കയറി പോകേണ്ട സൈസ് വഴികളൊക്കെയാണ്. ഇത് അവിടെ നിന്നൊക്കെ ചെറുതായിട്ട് വെളിച്ചം ഉള്ളിലേക്ക് വരുന്നുണ്ട്. അധികം ഇരുട്ടായിട്ടുള്ള ഭാഗങ്ങളാണ്. കണ്ടില്ലേ? എന്താ ഇത് പറയാൻ പറ്റില്ല കേട്ടോ. ഇതൊരു 1 കിലോമീറ്ററിലും കൂടുതലുണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് അപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ. ഈ വന്ന സ്ഥലത്ത് കൂടെ തന്നെ നമുക്ക് പുറത്തോട്ട് വരാൻ പറ്റില്ല കേട്ടോ. ഇതിൽ കൂടെ നടന്ന് നമ്മൾ ക്രോസ് ചെയ്ത് അപ്പുറ സൈഡിലോട്ട് പോകണം. ഇതൊരു വേറെ ഏതൊരു സൈഡിൽ നിന്നുള്ള കുറച്ച് ലൈറ്റ് വരുന്നുണ്ട് ഉള്ളിലോട്ട്. അങ്ങനെ ഓരോ ഇതിൽ കൂടെയൊക്കെ കുനിഞ്ഞ് തല താഴ്ത്തി പിടിച്ചൊക്കെ നടന്നു പോകണം കേട്ടോ. അല്ലെങ്കിൽ മേത്തൊക്കെ മുകളിലൊക്കെ തലയടിക്കും. ഇത് കണ്ടില്ലേ? അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നോക്കി എങ്ങനെയുണ്ട് നോക്കി ഇതിൻ്റെ ഉള്ളിലത്തെ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്. ഇതെന്തോ അഗ്നിപർവ്വതത്തിൻ്റെ ലാവ ഒഴുകി വന്ന് ഫോമായിട്ടുള്ള പോലെ തോന്നുന്നുണ്ട് കാണുമ്പോൾ. ഒരു പ്രത്യേക ഒരു ഭംഗിയാണിത് കാണാനായിട്ട്. തൊടുമ്പോഴൊക്കെ നല്ലൊരു സുഖമുണ്ട് കേട്ടോ. ചുമരിലൊക്കെ തൊടുമ്പോഴേ അതിൻ്റെ ആ കല്ലുകളൊക്കെ തൊടുമ്പോൾ നല്ലൊരു ഇതുണ്ട്. പിന്നെ ഇത് എത്രയോ വർഷം പഴക്കമുള്ള ഗുഹയാണ്. കുറേ ആൾക്കാരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്ന് കണ്ടുപോയിട്ടൊക്കെ ഉണ്ട്. അത് കാരണം നടന്ന സ്ഥലത്തൊക്കെ കുറേശ്ശെ കല്ലുകളൊക്കെ നല്ല ഇതായിട്ടുണ്ട്. ഇത് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മുടെ ആൾക്കാരാണ്.
അപ്പോൾ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ എങ്ങനെയുണ്ട് കാണാൻ നോക്ക്. ചില സ്ഥലങ്ങളിലൊക്കെ തല താഴ്ത്തി നടന്നില്ലെങ്കിൽ തല ഇടിക്കോട്ടാ. കണ്ട ഗുഹയുടെ ഉള്ളിലത്തെ അതിൻ്റെ ഇതാണ് കാണുന്നത്. കണ്ടത് എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഇതൊക്കെ അതന്നെയാണ് പറഞ്ഞത്, ഏതോ അഗ്നിപർവ്വതത്തിൻ്റെ ലാവ ഫോം ഇങ്ങനെ ഉറഞ്ഞിട്ടുണ്ടായിട്ടുള്ളതെന്ന് തോന്നുന്നത്. ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നത്. അല്ലാണ്ട് ഇപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാവണമെന്ന് നമുക്കറിയില്ല കേട്ടോ. നമ്മളിതിനും ഇങ്ങനെയുള്ള ഗുഹ കൂടെയൊന്നും പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ആദ്യമായിട്ടാണ് ഒരു ഗുഹ എക്സ്പീരിയൻസ് ചെയ്യണത്. അതിപ്പോൾ ഇവിടെ ചിറാപുഞ്ചിയിൽ വന്നിട്ടാണ്. ഇത് ആൾക്കാർ കണ്ടത് ഇതിൽ കൂടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് ഉരുണ്ടൊക്കെ കയറണം. കുറച്ച് തടിയുള്ള ആൾക്കാരൊക്കെ ഒന്ന് ബുദ്ധിമുട്ടുണ്ട്. ഈ കല്ലൊക്കെ ഉണ്ട്, ആൾക്കാരിങ്ങനെ ഇരുന്ന് കയറി ഭയങ്കര ഷൈനിങ് ആയിപ്പോയി. പിന്നെ ചില സ്ഥലത്ത് ഇങ്ങനെ ഫലയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യാനൊക്കെ. കണ്ടില്ലേ ഈ കല്ലുകളൊക്കെ എങ്ങനെയുണ്ട് നോക്ക്, നല്ല ഷൈനിങ് ആയിപ്പോയി. കണ്ട കൈയൊക്കെ തൊടുമ്പോൾ നല്ല സ്മൂത്ത്, നല്ലൊരു ഇതുണ്ട് കേട്ടോ തൊടാനായിട്ടൊക്കെ. ഇങ്ങനെ ആൾക്കാർ ഇരുന്നും കുനിഞ്ഞും ഉരുണ്ടും നടന്നൊക്കെ കയറണം ചില സ്ഥലങ്ങളിൽ. നമുക്ക് നേരെ നീർന്ന് നടക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ഉള്ളിൽ, അങ്ങനെയുള്ള ഗ്യാപ്പൊന്നുമില്ല. കുറേ സ്ഥലങ്ങളിലൊക്കെ താഴ്ന്ന് നടക്കണം. വേറെ ആൾക്കാരൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, ഫാമിലികളും ഒക്കെ വന്നിട്ടുണ്ട് കുറേ. അത് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ കാണൂല ശരിക്കും. എന്താ വെച്ചാൽ അവർ നമ്മുടെ ബാക്കിലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ പോയിട്ടുണ്ടാവും. ആൾക്കാർ വരുന്നുണ്ട് കാണാനൊക്കെ കേട്ടോ. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലൊക്കെ കണ്ട് നമ്മളൊന്ന് ഇതിൻ്റെ ഇതൊക്കെ അറിയേണ്ട ഒരു സ്ഥലങ്ങളാണ് ഇതൊക്കെ. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ടല്ലോ കുറേ ഗുഹകളെ പറ്റിയിട്ടൊക്കെ. അതേപോലെയുള്ളൊരു എക്സ്പീരിയൻസാണ് ഇതൊക്കെ കേട്ടോ. കണ്ടില്ലേ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്, നടക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല, ഇത് ഫുള്ള് അങ്ങനെ തന്നെ. ഇത് ഇപ്പോൾ നമ്മൾ 1 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനായിട്ട്. ഇത് കണ്ടില്ലേ കല്ലൊക്കെ നോക്കുക, ആൾക്കാർ കയറി പിടിച്ചൊക്കെ എന്താ ഷൈനിങ്. ഇതിങ്ങനെ ഓരോ ഇതിൽ കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞും മറിഞ്ഞൊക്കെ നടന്ന് പോയാലേ പുറത്തേക്കുള്ള നമുക്കുള്ള എൻട്രൻസ് കിട്ടുള്ളൂ. അതിനതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ ആൾക്കാർ വരുന്നത്, ചെറിയ കൊച്ചുങ്ങളതിനൊക്കെ എടുത്തിട്ട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് പിന്നെ ഇതിൻ്റെ അറിയാത്ത കാരണം അത്ര ഇതുണ്ടാവില്ല. ചിലർ വലിയ ആൾക്കാരൊക്കെ പേടിച്ച് പോയില്ല അത് കയറി കഴിഞ്ഞാൽ. ചിലർക്ക് ബ്രീത്തിങ് പ്രോബ്ലമൊക്കെ വരും ചില സ്ഥലങ്ങളിൽ പോയി കഴിയുമ്പോൾ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത വരെയുള്ളൊരു സിറ്റുവേഷനൊക്കെ വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇടുങ്ങിയ സ്ഥലത്ത് കൂടെയൊക്കെ നമ്മളിങ്ങനെ കുറച്ച് തടിയുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ കിടക്കാൻ പറ്റില്ല, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി പോകണം. പിന്നെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് അവിടെ പോയി ജാമായി പോകും. ഇതന്നെയാണല്ലോ ഈ. അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഉള്ളിലേക്ക് കയറി പെട്ടുപോയി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കിടക്കണമല്ലോ, അതിനുള്ള വഴി അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇതേപോലെ ലൈറ്റുകളൊക്കെ ഗ്യാപ്പിൽ കൂടെയൊക്കെ വരുന്നുണ്ട്, പുറത്തെ ലൈറ്റൊക്കെ വെളിച്ചമൊക്കെ. അല്ലാത്ത സ്ഥലത്തൊക്കെ ഇരുട്ടാണ്. നമ്മുടെ കയ്യിൽ മൊബൈൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വെളിച്ചമൊക്കെ നോക്കിയിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. ഇതേപോലെ ഈ ചിറാപുഞ്ചിയിൽ വേറെയും കുറേ ഗുഹകളുണ്ടെന്ന് പറയുന്നത് കേട്ടു. നമ്മളതൊക്കെ ഒന്ന് എല്ലാം കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഈ പാക്കേജിലുള്ളതാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി അവിടെയൊക്കെ പോകാൻ. കണ്ടു ഇരുന്നൊക്കെ ഇരുന്ന് ഇതൊക്കെ ചെയ്തിട്ട് വേണം കയറി അപ്പുറത്തേക്ക് കിടക്കാനായിട്ട്. അങ്ങനെയുള്ള ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നിന്നിട്ടൊന്നും നമുക്ക് കുനിഞ്ഞ് നടന്നിട്ടൊന്നും കയറാൻ പറ്റില്ല. അവിടെ താഴ്ത്തി ഇരുന്ന് ഉരുണ്ടൊക്കെ വേണം കയറേണ്ടി വരും. അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കി കണ്ടൊക്കെ നടക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഈ ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലം ഉള്ളവരൊക്കെ വന്ന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാണെന്ന് തോന്നുന്നു. അവിടെ പുറത്ത് അവർ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഈ ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളവരൊക്കെ സൂക്ഷിച്ച് വേണം പോകാനൊക്കെ. പിന്നെ നല്ല ധൈര്യം വേണം ഇതിൻ്റെ അകത്ത്. ഉള്ളിൽ കയറിയാൽ ചിലപ്പോൾ പേടിച്ച് പോയി, ഇരുട്ടാണ്. പിന്നെ ഇത് കാണുമ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല, കുറേ നടക്കണം. അപ്പം നിങ്ങളും നോർത്ത് ഈസ്റ്റ് ട്രിപ്പൊക്കെ വരുമ്പോൾ ഇതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ട സ്ഥലങ്ങളാണ് കേട്ടോ. ഇതൊക്കെയാണ് ഈ മേഘാലയ ട്രിപ്പിലുള്ള ഓരോ പ്രത്യേകത. നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് ചിറാപുഞ്ചിയിലാണ്. ഇവിടെ നല്ല തണുപ്പാണ്, നല്ല ക്ലൈമറ്റാണ്. അത് കാരണം നമുക്ക് അധികം പ്രശ്നം വരില്ല. അതിൻ്റെ ഉള്ളിലോട്ട് കയറിയൊക്കെ നല്ല തണുപ്പായ കാരണേ നല്ല സുഖമാണ് നടക്കാനായിട്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സ്ഥലമെന്ന് മാത്രം, പുറത്തൊന്നും കാണാൻ പറ്റില്ലല്ലോ കുറേ നേരത്തേക്ക്. അത് കാരണം ഇതേ കണ്ടില്ല, എന്നെ കുനിഞ്ഞ് കഴിഞ്ഞൊക്കെ നടക്കണം. തലയിടിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ് പോയ പരിപാടി കഴിഞ്ഞാൽ. അങ്ങനത്തെ കല്ലുകളാണ്. പക്ഷെ പല ഷേപ്പിലും പല ഭംഗിയിലുള്ള കല്ലുകളാണ് ടച്ച് എല്ലാം ഇങ്ങനെ ഫോം ആയിക്കണത്. എല്ലാം എന്തോ ഒഴുകി വന്നിങ്ങനെ നിൽക്കണം വരെയാണ് നിൽക്കണത്. ഇതും കൂടെയൊക്കെ ഇത് വേണ്ട, ഇതൊക്കെ ആൾക്കാർ കയറി ഇതുമ്പോൾ നോക്കി എങ്ങനെയുണ്ട് ഷൈനിങ്. ഇതുമ്പോൾ കൂടെയൊക്കെ കയറി വേണം അപ്പുറത്തേക്ക് കിടക്കാനേ. ഇത് കണ്ടില്ലേ, എല്ലാം ഒരു പ്രത്യേകതയുള്ളൊരു
സാധനമാണ് ഉള്ളിൽ കാണാൻ വേണ്ടില്ല. എല്ലാം നോക്കും, പല പല ഷേപ്പിലും പല കളറിലും പല ആകൃതിയിലൊക്കെയാണ് ഫോമായ കല. ശരിക്കും ഇത് ഏതോ ഒരു ലാവ ഒഴുകി വന്നിട്ട് ആയ പോലെയാണ് തോന്നുന്നത് കണ്ടിട്ട്. നമുക്കറിയില്ല ഇത് എങ്ങനെ രൂപാന്തരപ്പെട്ടതാണെന്ന്, പക്ഷെ കാണാനുണ്ട് കേട്ടത്. അപ്പോൾ നമ്മളിതൊക്കെ കണ്ട് വീഡിയോ കൂടെ കാണിച്ചത് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടാൽ ഇനിയും കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂട്ട്. ഈ ഗുഹയുടെ വീഡിയോ മാത്രമാണ് ഇപ്പോൾ കാണിക്കണത്. ഇനി ഇതേപോലെ 3-4 ഗുഹകൾ വേറെ സ്ഥലത്തുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി അവിടെയൊക്കെ പോകാനായിട്ട്. അപ്പോൾ നമ്മളെ കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്കും നമ്മൾ കാണിക്കുകയാണ് പറ്റുന്ന വിധത്തിൽ. അതോടൊപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ എപ്പോഴും പറയണതാണ് കേട്ടോ. അത് കേട്ട് നിങ്ങൾ ബോറടിക്കരുത്, നമ്മളോട് ഒന്നും തോന്നരുത്. അറിയാമല്ലോ, നമുക്കധികം സബ്സ്ക്രൈബർമാരൊന്നുമില്ല, അതുമാതിരി നമുക്കൊന്നും അത്ര വലിയ ഇതൊന്നും വ്യൂസൊന്നും കിട്ടണില്ല. അപ്പോൾ നിങ്ങളെ കൂടി സഹായിച്ചാലേ നമുക്ക് ഇനി പുതിയ പുതിയ വീഡിയോകളൊക്കെ എടുക്കാനും ഇടാനൊക്കെ പറ്റുള്ളൂ. അതാണ് എപ്പോഴും പറയണത്. മറക്കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക കേട്ടോ. ഇത് ഇങ്ങനെ കയറി മുകളിലോട്ടൊക്കെ കയറി വേണം കടന്നു പോകാനൊക്കെ. അതേ കണ്ടോ, ഇവിടെയൊക്കെ നടന്ന് ഓരോ സ്ഥലങ്ങളെത്തുമ്പോൾ നല്ലൊരു ഷൈനിങ്ങാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കണ്ടൊന്ന് ആസ്വദിക്കുക. അതോടൊപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. ഇതൊക്കെ കാണാനായിട്ട് അധികം ചാർജൊന്നുമില്ല. ഞാൻ എല്ലാ വീഡിയോയിലും ഈ ടൂർ പാക്കേജിൻ്റെ നമ്പർ ഇടുന്നുണ്ട്. നിങ്ങൾ അവരായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിലും കിട്ടും. നിങ്ങൾക്ക് കുറച്ച് കൺസെഷനൊക്കെ കിട്ടും. നമ്മുടെ ചാനൽ വഴി കണ്ടിട്ട് വരികയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെയും കുറച്ചും കൂടി കൺസെഷനൊക്കെ കിട്ടും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അധികം അത്ര വലിയ ചാർജൊന്നുമില്ല ഈ നോർത്ത് ഈസ്റ്റ് ട്രിപ്പിനൊന്നും വേണ്ടിയിട്ട്. സാധാരണക്കാർക്കും എല്ലാവർക്കും പോയി കാണാനും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പം നിങ്ങൾ ഫാമിലി ആയിട്ടും അതുമാതിരി നിങ്ങൾ ബാച്ചിലറായിട്ടും എങ്ങനെ വേണമെങ്കിലൊക്കെ വന്ന് ഇവിടെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. അഫോർഡബിൾ ചാർജാണ് പാക്കേജിൻ്റെ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ചാൽ എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രമിക്കുക. ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടേക്ക് കെയർ, ബായ്. മറക്കാണ്ട് നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് പുറത്തേക്ക് പോകാനുള്ള വഴി എത്തി കേട്ടോ. ഈ ഇത് കയറിയിട്ട് അങ്ങനെ പുറത്തേക്ക് കിടക്കണം കേട്ടോ. അത്രേ ഉള്ളൂ.